ഹലോ, അപ്പോൾ രാവിലെ തന്നെ ഞാനിത് അവിടെ ചിക്കൻ ബിരിയാണിയുടെ പരിപാടിയിലാണ് കേട്ടോ. മസാല റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇവിടെ അപ്പോൾ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ഛനില്ല, അമ്മയില്ല, അവരൊക്കെ പണിക്ക് പോയി, ഏട്ടനൊക്കെ പണിക്ക് പോയി. പിന്നെ സുകേഷാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പരിപാടിക്ക് പോയിട്ട് എത്തിയിട്ടില്ല. പിന്നെ വിനിതിയും പിള്ളേരും ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ട്. അവർക്കൊരു സദ്യയുണ്ട്, മരിച്ച സദ്യയുണ്ട്. അപ്പോൾ അതിന് പോയിരിക്കണം. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരവിടെ ചായ കുടിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ചിക്കൻ എടുത്ത് കുറച്ച് കറി പോലെ വെച്ചിട്ട് അതും ദോശയും കൂടിയിട്ടുള്ള ചായ കുടിയിലാണ്. അവർ സ്കൂളിലേത്ത കാലം നേരം വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുടിക്കണുള്ളൂ. ഇതിൻ്റെ പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഞാനിതും ഈ പരിപാടികളൊക്കെ നേരത്തെ കഴിച്ചിട്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവരെ കൂടെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ബുക്കൊക്കെ ചട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നെയ്സിൽ പൊട്ടിച്ച് പേരെഴുതാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വെയിൽ നിൽക്കണോണ്ട് വേഗം തന്നെ തുണികൾ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ ഇട്ട വൈകുന്നേരം ആകുമ്പോഴത്തേന് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വെയിലുള്ള ഭാഗത്ത് 2-3 ആഴ്ച കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ബിരിയാണിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ നിന്നത്. എല്ലാതും കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പാത്രം കഴുകി എടുത്തോട്ടാ. അതിനുശേഷം ഞാൻ നല്ല വെള്ളം വേഗം കൊണ്ടുവന്ന് വെച്ചു. പണികൾ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഗം നോക്കണത്. പിള്ളേർ നല്ല കളിയിലാണ്. അതിനുശേഷം ഉച്ചയായപ്പോൾ ഞങ്ങൾ ആ 4 ആളും കൂടിയിട്ട് ബിരിയാണി കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ രുദ്രുവിന് ഒറ്റയ്ക്ക് പ്ലേറ്റിൽ വേണമെന്നൊരു വാശി. അപ്പോൾ അവൻ അങ്ങനെ കൊടുത്തു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലെ അമ്മ മിൽമേന്ന് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാൽച്ചായ ഉണ്ടാക്കിട്ടോ. പിന്നെ ഞാനും പിള്ളേരും കൂടി മുറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഞാനിത് അടിച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ഞാനിന്ന് വിളക്ക് വെച്ചു കേട്ടോ. നമ്മൾ മലയ്ക്ക് പോണ സമയത്താണ് ഞാൻ വെച്ചിരുന്നത്. പിള്ളേരതിൻ്റെ ശേഷം അവരാണ് വെക്കാറ്. അപ്പോൾ ഇന്നൊരു ദിവസം അവർക്ക് മടി കണ്ടപ്പോൾ ഞാൻ തന്നെ വിളക്ക് വെച്ചു. അതിനുശേഷം ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു പരിപാടി ഉണ്ടായിരുന്നപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊടുന്നു തന്നപ്പോൾ അത് കഴിക്കാണ്ടൊക്കെ ഈ മധുരമുള്ള ലഡു ജിലേബി അതിൻ്റെ കൂടെ പച്ചവെള്ളം കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ട് അങ്ങനെ ചായ ഇഷ്ടമല്ല. പിന്നെ ചക്ക വറുത്തത്, ലേസ് നുറുക്ക് അങ്ങനെ കുറേശ്ശെ എടുത്ത് കഴിച്ചു. അധികം കഴിച്ചില്ല, ബിരിയാണി കഴിക്കേണ്ട രാത്രി. അപ്പോൾ വീണ്ടും നമ്മളെ രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ച പരിപാടി ഞങ്ങൾ വൈകിട്ടാണ് ചെയ്തത് കേട്ടോ. അതിനുശേഷം പിള്ളേരനൊക്കെ ഊണ് കഴിച്ച് സെറ്റാക്കി പുറത്തിരുത്തിയതിൻ്റെ ശേഷം ഞാൻ റൂമൊന്ന് അടിച്ച് തുടച്ചെടുത്ത് വീണ്ടും നമ്മൾ താഴ്ത്ത് കിടക്കുന്ന കാരണം ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ടൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.